മുഖത്തോട്ട് നല്ല കിടിലം വേലടിച്ചിട്ടാ ഞാൻ രാവിലെ എണീറ്റ്. എന്നാ പിന്നെ എണീറ്റ കട്ടൻ അങ്ങ് മാറ്റി വിറ്റാമിൻ സിയോ ഡിയോ അതെല്ലാം കിട്ടിക്കോട്ടെന്നേ. സമയം ഒന്നും ആയില്ല, 8:30 ആയതേ ഉള്ളന്നേ. പുറത്തോട്ട് നോക്കിയപ്പോൾ വെയിലൊക്കെ നല്ലോണം തെളിഞ്ഞു വന്ന് പറമ്പ് കാണാൻ പ്രത്യേക ഒരു രസം. പിന്നെ ബ്രഷിൽ കുറച്ച് പേസ് തേച്ച് ഞാൻ പുറത്തോട്ടങ്ങ് ഇറങ്ങി. പിന്നെ ഒന്നും നോക്കിയില്ല, സൺലൈറ്റ് ഒക്കെ കൊണ്ട് നല്ല ആസ്വദിച്ച് ബ്രഷിങ്ങിലാണ് ഞാൻ. അത്രയ്ക്കൊന്നുമില്ല, തേപ്പോട് തേപ്പ് തന്നെ. എന്തുണ്ടാ വിശേഷം? സുഖമല്ലേ? അറിയാണ്ട് വല്ലതും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ കൊതുകടിയും കൊണ്ട് ഈ പറമ്പിൽ പോയി വെറുതെ നോക്കി നിൽക്കാനായിട്ട് ഒരു രസമൊക്കെ ഉണ്ടല്ലേ. ഇത് വീടിന്റെ പുറയിലുള്ള പണ്ടത്തെ എരുത്തിലാണ് കേട്ടോ. ഇന്ന് കഴിക്കാൻ എന്തായിരിക്കും എന്ന് ആലോചിച്ച് വന്നപ്പോൾ ദേ വല്യമ്മ ഇഡലി ഉണ്ടാക്കി വെച്ചേക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി അല്ല, ഇന്ന് നമ്മൾ സ്പെഷ്യൽ ഒരു അമ്പലം കാണാൻ പോവാ. വണ്ടി നമ്മളെടുത്ത് തിരിച്ചിട്ടു. ഇനി വല്യമ്മയും കുഞ്ഞുണ്ണിയും അമ്മയും വരാനുള്ള മീറ്റിങ്ങിലാണ് ഞാൻ. അമ്മ വീടിന്റെ അടുത്തുനിന്ന് ഏകദേശം ഒരു 20-28 കിലോമീറ്ററേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്താനായിട്ട്. കോഴഞ്ചേരി എത്തിയപ്പോൾ തന്നെ റോഡിലൊക്കെ ഭയങ്കര തിരക്കാണ്. അമ്മ ദേ എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. നേരെ ഉരുട്ടേ വീഡിയോ എടുക്കാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ചെറിയൊരു പേടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. റിലേറ്റീവിന്റെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ പരിചിതമായ ഒരു കാർട്ടൂൺ ഓടിക്കൊണ്ടിരിക്കുന്നു. കുഞ്ഞുണ്ണിയാണ് ഇവിടെ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്. ആണ്ട കുഞ്ഞുണ്ണിയുടെ മാസ്റ്റർ പീസ് പോസ്റ്റർ. ഇതാട്ടോ നമ്മൾ വന്ന സ്ഥലം, പുത്തൻ ശബരിമല. യഥാർത്ഥ ശബരിമലയോട് സാദൃശ്യമുള്ള ഈ അമ്പലത്തിന് നൂറ്റാണ്ടുകളുടെ വഴക്കമുണ്ടേ. നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ടോ, കൊള്ളാല്ലേ. അപ്പൊ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ തിരിച്ച് വീട്ടിലോട്ട് പോവാ. അപ്പൊ ഇന്നത്തെ വീട് ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുവാണേ. അപ്പൊ നമുക്ക് നാളെ കാണാൻ പറ്റും. ശരി എന്നാ.